my dears, welcome back to a new session of Hindi class. Today we are going to take our 10th chapter, Kittur Kandadoran Gajakatha. It's a story about an elephant. Okay, Rani Kurchulla story ana. I know we all like stories, isn't it? So, shall we start the story? देखिए, एटमानो तालुके के किड्डूर प्रदेश में एक देवालय है जो कभी नंबूदिरियों के अधिकार में था। बहुत पुरानी सच्ची बात है कि इस देवालय में कंडदोरन नामक प्रसिद्ध दंतेल हाथी रहता था। आकार और प्रकृति की दृष्टि से उसकी टक्कर का हाथी कहीं मौजूद नहीं था। साधुता और शूरता उसमें समान साधुता और शूरता उसमें समान मात्रा में थी। उसने कभी भी किसी की हत्या नहीं की थी। यदि अबोध बच्चे भी उसके पास जाते थे तो भी कभी नुकसान नहीं पहुंचाता था। वह किसी भी महावत के आदेश का पालन नहीं करता था। साधारण हाथियों के समान उसे नहीं बांधा जाता, घुला छोड़ दिया जाता था। ओके, सो माय डियर्स, ഏറ്റുമാനൂർ താലൂക്കിലെ കിഡ്ഡൂർ പ്രദേശ് में एक देवालय है। ഏറ്റുമാനൂർ താലൂക്കിലെ കിഡ്ഡൂർ എന്ന് പറയുന്ന പ്ലേസിൽ ഒരു ടെമ്പിൾ ഉണ്ട്, जो कभी नंबूदिरियों के अधिकार में था। That temple നമ്പൂതിരിമാരുടെ സ്വാധീനത്തിലുള്ള ഒരു അമ്പലമാണ്. നമ്പൂതിരിമാരുടെ സ്വാധീനത്തിലുള്ള ഒരു അമ്പലമാണ്. बहुत पुरानी सच्ची बात है कि इस देवालय में कंडदोरन नामक प्रसिद्ध दंतेल हाथी रहता था. Yes, വളരെ it's an old story. That a true story. Okay, it's a true story. ആ അമ്പലത്തിൽ കണ്ടദോരൻ എന്ന പേരുള്ള പ്രസിദ്ധനായിട്ടുള്ള ഒരു കൊമ്പനാന ഉണ്ടായിരുന്നു. ദന്തേൽ ഹാത്തി മീൻസ് കൊമ്പനാന ഉണ്ടായിരുന്നു. ഓക്കെ, आकार और प्रकृति की दृष्टि से उसकी टक्कर का हाथी कहीं मौजूद नहीं था. യെസ്, അതിൻ്റെ ആ ഒരു ഷേപ്പും ബോഡി ഷേപ്പും അതിൻ്റെ ഒരു ആകൃതിയും ഒക്കെ ഒരു കൊമ്പനാനയുടെ ഒരു എന്താ പറയുക ഒരു എടുപ്പ് തന്നെ അവന് ഉണ്ടായിരുന്നു. ആർക്ക്? കണ്ടദോരൻ. ഓക്കെ, കണ്ടദോരൻ. ഓക്കെ, सो साधुता और शूरता उसमें समान मात्रा में थी. സാധുത മീൻസ് ഒരു പാവത്വം. ഓക്കെ, പാവമായിട്ടുള്ളൊരു ഫീലിംഗ്. ഓക്കെ, പാവമായിട്ടുള്ള. അതുപോലെ ശൂരത. ശൂരത എന്താ? ബ്രേവറി അല്ലേ, അസാമാന്യമായിട്ടുള്ള ധൈര്യം അവന് ഈക്വൽ ആയിട്ടുണ്ടായിരുന്ന ക്വാളിറ്റീസ് ആയിരുന്നു. ഓക്കെ, उसने कभी भी किसी की हत्या नहीं की थी. അവൻ ഒരിക്കലും ആരെയും എന്ത് ചെയ്തില്ല? കൊന്നിട്ടില്ല. ആരെയും ഇതുവരെ അവൻ കൊന്നിട്ടില്ല, ആരെയും കൊന്നിട്ടില്ല. ഓക്കെ, यदि अबोध बच्चे भी उसके पास जाते थे तो कभी नुकसान नहीं पहुंचाता था. അറിയാത്ത കുട്ടികൾ, അതായത് ചെറിയ കുട്ടികൾ അവൻ്റെ അടുത്ത് വന്നാൽ കൂടെ അവൻ അവരെ ഉപദ്രവിക്കുക പോലും ഇല്ല. അവർക്ക് ഒരു നാശവും അവൻ വരുത്തില്ല. മീൻസ് അവരെ ഉപദ്രവിക്കില്ല. കൊച്ചുകുട്ടികൾ ആനേനെ അറിയാതെ ആനേൻ്റെ അടുത്തൊക്കെ ചെന്നാലും ആന അവരെ ഉപദ്രവിക്കില്ലായിരുന്നു. ഓക്കെ, यदि वह किसी भी महावत के आदेश का पालन नहीं करता था. എന്നാലോ അവനൊരു സ്വഭാവം ഉണ്ട്. എന്താ? ഒരാനപ്പാപ്പാനെ അനുസരിക്കില്ല. ഒരാനപ്പാപ്പാനെ അനുസരിക്കില്ല. അവന് ഇഷ്ടമല്ല ആരും അവനെ അനുസരിപ്പിക്കുന്നത്. അവന് ഇഷ്ടമല്ല. അവൻ്റെ കാര്യങ്ങളൊക്കെ അവൻ പെർഫെക്റ്റ് ആയിട്ടും ചെയ്യും. പിന്നെ എന്തിനാ അനുസരിപ്പിക്കേണ്ട ആവശ്യം? ഓക്കെ, മഹാവത്ത് മീൻസ് ആനപ്പാപ്പാൻ. ഓക്കെ, ആനപ്പാപ്പാൻ. സാധാരണ ഹാത്തിയോ കെ സമാൻ ഉസെ നെഹി ബാന്ധാ ജാത്ത. സാധാരണ ഉള്ള ആനകളെ പോലെ അവനെ കെട്ടിയിടാറൊന്നുമില്ല. അവനത് ഇഷ്ടമില്ല, അവനെ കെട്ടിയിടാറില്ല. ഖുല ചോട് ദിയാ ജാത്താത. അവൻ അങ്ങോട്ട് തുറന്ന് വിടലാണ് കേട്ടോ. അവനങ്ങനെ ചങ്ങലയിൽ കെട്ടിപ്പൂട്ടി വെക്കാറേ ഇല്ല. അവനത് ഇഷ്ടമില്ല, അവനെ തുറന്ന് വിടാറ്. ഓക്കെ മൈ ഡിയേഴ്സ്, ഷാൽ വി മൂവ് ടു നെക്സ്റ്റ് പാരഗ്രാഫ്. നോക്കൂ, देवालय के उत्तर में बहती नदी में एक बड़ा कुंड था. अधिकांश समय वह दिन में वही लेटा रहता था. भैंसों के साथ कंडदोरन को बड़ा लगाव था. जब भैंसों को भूख सताती तो वह गन्ने के खेत की बाड़ को तोड़कर भैंसों के लिए पहरा
देता था। कंडदोरन के कारण कोई इन्हें निकाल नहीं पाता था। जब बैंसों का पेट भर जाता तो कंडदोरन उन सबको लेकर जल कुंड में लौट आता था, लेकिन वह स्वयं गेंद से गन्ने भी नहीं लेता था। उसे उसका भोजन महावत ही नियमित रूप से खिलाते थे। वह मंदिर से प्राप्त चावल, खीर, केला आदि ही लेता था। इसके अलावा वह दूसरे से कुछ भी छीन कर नहीं खाता था. യെസ്, നമ്മുടെ കണ്ടതോരൻ്റെ സ്പെഷ്യാലിറ്റീസ് ആണ് ഇനി പറയാൻ പോകുന്നത് കേട്ടോ. നല്ല ഡീസൻറ്റ് സ്വഭാവമുള്ള ആനയാണ്. ആദ്യം ഞാൻ പറഞ്ഞില്ലേ, നോക്കൂ എന്തൊക്കെയാണ് അവൻ്റെ പ്രത്യേകതകൾ. ദേവാലയಕ್ಕೆ ഉത്തർ में बहती नदी में एक बड़ा कुंड था. അതായത് ദേവാലയത്തിൻ്റെ ഈ അമ്പലത്തിൻ്റെ ഈസ്റ്റ് ഭാഗത്തായിട്ട് ഒഴുകുന്ന നദിയിൽ ഒരു ആഴമുള്ളൊരു സ്ഥലമുണ്ട്. ഓക്കെ, കുണ്ട് മീൻസ് കുളം ഒക്കെ പറയാം. ഓക്കെ, ആഴമുള്ളൊരു പ്ലേസ്, ഒരു ഒഴുകുന്ന നദിയിൽ തന്നെ ഒരു ആഴമേറിയൊരു പ്ലേസ് ഉണ്ട്. ഓക്കെ, കുളം പോലെ. अधिकांश समय वह दिन में बही लेटा रहता था. അധിക സമയം അവൻ ആ കുണ്ടിലാണ്, ആ ഒരു കുളത്തിലാണ്. ഓക്കെ, ബൈംസോ കെ സാത്ത് കണ്ടതോരൻകോ ബഡാ ലഗാവത. ഇവിടെ ആരുണ്ട്? കുറേ എരുമകൾ ഇങ്ങനെ മേയാൻ വരും. എവിടെ? ഇതിൻ്റെ ബാങ്കിൽ. ഓക്കെ, ബാങ്ക് ഓഫ് ദാറ്റ് റിവർ. ഓക്കെ, സോ കണ്ടതോരൻകോ ബഡാ ലഗാവത. ഈ എരുമകളോട്, ഈ ബൈംസകളോട് നമ്മളെ കണ്ടതോരന് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, जब बैंसों को भूख सताती तो എപ്പോൾ ഈ നമ്മുടെ ഈ ബൈംസകൾക്ക് വിശപ്പ് ശമിക്കുന്നോ വ ഗന്നയ്ക്ക് ഗേത്തിക്ക് ബാടുക്കോ തോടുക്കർ ബൈംസോ കെ ലിയെ പഹാര ദേത്താ ഹെ. അങ്ങനെ അവരെ അതിൻ്റെ തൊട്ടടുത്ത് നിങ്ങൾക്ക് പിക്ചറിൽ കാണാം, തൊട്ടടുത്ത് കാണുന്ന പിക്ചറിൽ നിങ്ങൾ കാണുന്ന പോലെ കരിമ്പിൻ തോട്ടമാണ് അല്ലേ. പുഴയുടെ സൈഡിൽ തന്നെ കരിമ്പിൻ തോട്ടം കാണാം. അപ്പോൾ ആ കരിമ്പിൻ തോട്ടത്തിലേക്ക് അവിടുന്ന് അവർ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുന്നു. ആര്? ഈ ആന അവരെയൊക്കെ ആടിത്തെളിച്ച് കൊണ്ടുവരുന്നു. ഓക്കെ, കണ്ടതോരൻ്റെ കാരൻ കോയിനെ നിക്കാൽ നെക്കി പാത്തത. കണ്ടതോര അവിടെ ഉള്ളത് കാരണം ഏത് സമയം കുളത്തിലാണല്ലോ, ആ പുഴയിലുള്ള കുണ്ടുള്ള സ്ഥലത്താണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബൈംസകളെ നോക്കാൻ ആരും തന്നെ വരാറില്ല. ഓക്കെ, അവർ വിശപ്പ് വയറ് ഫുള്ളായ തിരിച്ച് ആന നോക്കിക്കൊള്ളുന്ന ഈ ആൾക്കാർക്ക് അറിയാം, ബൈംസകളുടെ ഉടമസ്ഥർക്ക് അറിയാം. അതുകൊണ്ട് ആരും അവരെ അന്വേഷിച്ച് വരാറില്ല. जब बैंसों का पेट भर जाता तो कंडदोरन उन सबको लेकर जल कुंड में लौट आता था, लेकिन वह स्वयं गेंद से गन्ने भी नहीं लेता था. അവന് ഈ ബൈംസകളുടെ കരിമ്പ് തീറ്റയും അതുപോലെ അവരുടെ വയറ് ഫുള്ളാവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവരെ ഈ കുളത്തിലേക്ക് ആര് കൊണ്ടുവരും? ആന കൂട്ടിക്കൊണ്ട് വരും. എന്നിട്ട് അവർ ഒന്നിച്ചാണ് കളിക്കുക ഈ വെള്ളത്തിൽ. ഓക്കെ, ലേക്കിൻ വഹ് സ്വയം ഗേത്ത് സെ ഗന്നെ ബി നഹി ലേത്താ था. എന്നാൽ നമ്മുടെ ആന ഒരു കഷ്ണം കരിമ്പ് പോലും ആ തോട്ടത്തിൽ നിന്ന് കട്ടുപറിക്കില്ല, അവൻ തിന്നില്ല. അവൻ ആ തോട്ടത്തിൽ നിന്ന് ഒന്നും തന്നെ കരിമ്പൊന്നും കട്ട് തിന്നില്ല, ഒന്നും അവൻ കട്ട് തിന്നില്ല. ഉസേ ഉസ്കാ ഭോജൻ മഹാവത് ഹി നിയമിത രൂപ സെ ഖിലാത്തെ ഹെ. അവനുള്ള ഫുഡ് അവൻ്റെ പാപ്പാമാർ കൊടുക്കും, അത് മാത്രമേ അവൻ കഴിക്കുള്ളൂ. അവനുള്ള ഫുഡ് പാപ്പാന്മാർ കൊടുക്കും. ഓക്കെ, നിയമിത രൂപ സെ ഖിലാത്തെ ഹെ. അതായത് നിയമിത രൂപ എന്താ? ഫിക്സഡ് ടൈമിലുള്ള ഫുഡ്. ഓക്കെ, അങ്ങനെ അവന് കൊടുക്കും, അത് മാത്രമേ അവൻ കഴിക്കും. ഓക്കെ, അപ്പോൾ മന്ദിർ സെ പ്രാപ്ത, അത് കൂടാതെ മന്ദിർ സെ പ്രാപ്ത അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന ചാവൽ മീൻസ് ചോറ്, റൈസ്, ഖീർ പായസം, കേല പഴം ആദി ഹി ലേത്താ था. അതും കൂടി അവൻ കഴിക്കും. ഓക്കെ, പാപ്പാന്മാർ കൊടുക്കുന്ന ഫുഡിന് പകരമായിട്ട് അവൻ അതിന് ഉപരിയായിട്ട് അവൻ ദേവാലയത്തിൽ നിന്ന് കൊടുക്കുന്ന ഫുഡ് കഴിക്കും. ഓക്കെ, इसके अलावा वह दूसरे से कुछ भी छीन कर नहीं खाता था. ഇതിനുപരിയായിട്ട് അവൻ മറ്റൊരാളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തട്ടിപ്പറിച്ച് വാങ്ങി മറ്റുള്ളവരുടെ ഫുഡ് അടിച്ചു മാറ്റി കഴിക്കുക, അങ്ങനത്തെ ഒരു സ്വഭാവം നമ്മളെ കണ്ടതവരന് ഇല്ല. പാപ്പാന്മാർ കൊടുക്കുന്ന ഭക്ഷണവും അതുപോലെ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന ഫുഡും മാത്രമേ അവൻ കഴിക്കുകയുള്ളൂ. ഓക്കെ, സോ മൈ ഡിയർ, ഷാൽ വി മൂവ് ടു നെക്സ്റ്റ്? ഓക്കെ, ഡിഡ് യു ലൈക്ക് ദ സ്റ്റോറി ഓഫ് കണ്ടതോരൻ? യെസ്, सो देखिए नेक्स्ट पैराग्राफ. अपना कार्य वह निष्ठा से करता था. घोष यात्रा के आरंभ में बजाए जाने वाले नगाड़े की आवाज़ सुनकर वह स्वयं ही कुंड से उड़कर ध्वज दंड के नीचे उपस्थित हो जाता था. യെസ്, अपना कार्य वह निष्ठा से करता था. അവൻ്റെ കാര്യങ്ങളെല്ലാം അവൻ വളരെ കൃത്യനിഷ്ഠതയോടുകൂടി ചെയ്യും. घोष यात्रा के आरंभ में बजाए जाने वाले नगाड़े की आवाज़ सुनकर वह स्वयं ही कुंड से उड़कर
ध्वजदंड के नीचे उपस्थित हो जाता है जाता था. അവൻ്റെ കാര്യങ്ങളെല്ലാം നിഷ്ഠയോടെ ചെയ്യും. അതായത് ഒരു ഘോഷയാത്രയുടെ സമയത്ത് ഫസ്റ്റ് കേൾക്കുന്ന ആ ചെണ്ടകൊട്ട് കേൾക്കുമ്പോൾ തന്നെ അവൻ ആ കുളത്തിൽ നിന്ന് എണീക്കുകയും റെഡിയായിട്ട് അമ്പലമുറ്റത്തേക്ക് ചെല്ലുകയും ചെയ്യും. ഓക്കെ. ഉസ്കോ സജാനേക്ക് കാര്യ വിചിത്രത, അവനെ ഒരുക്കുന്ന ഒരു കാര്യം, ഘോഷയാത്രയ്ക്ക് വേണ്ടി ഒരുക്കണമല്ലോ, നെറ്റിപ്പട്ടൊക്കെ കെട്ടി അല്ലേ, അപ്പോൾ ആ ഒരു കാര്യം സ്ട്രേഞ്ചാണ്. എന്താണ്? उसे सजाने के लिए जब महावत उसके पास जाते तो वह अपना एक पिछला पैर ऊपर उड़ा देता था. वे सब उस पर पाँव रखकर उसकी पीठ पर चढ़ते थे और मस्तक पर चादर बांधते थे. അതായത് ഒരുക്കാനുള്ള ആനപ്പാപ്പൻ റെഡിയായി വരുമ്പോൾ അവൻ കാല് കുത്തിയിട്ട് ഇരുന്ന് കൊടുക്കും അല്ലേ. അപ്പോൾ അവൻ്റെ തുമ്പിക്കൈയിൽ ചവിട്ടിയിട്ട് അതിൻ്റെ ആ മസ്തകത്തിൽ ചന്ദനം പൂശാനും അതുപോലെയുള്ള എല്ലാ പരിപാടികൾ ചെയ്യാനും അവൻ ഇരുന്നു കൊടുക്കുമെന്നാണ് പറയുന്നത്, ചിത്രത്തിൽ കാണുന്ന പോലെ. ഓക്കെ. इसके बाद पीछे से ही नीचे उतर जाते थे. कंडदोरी ने ये नियम बना रखा था कि कोई भी आगे की ओर से उस पर नहीं चढ़ेगा. ഇതിന് ശേഷം ഒരിക്കലും കഴിഞ്ഞിട്ട് എല്ലാവരും താഴത്തേക്ക് ഇറങ്ങി വരും. കണ്ടു തോന്നുന്നൊരു നിയമമുണ്ട്. എന്താ? കോയി ബി ആഗേക്ക് ഓർസെ ഉസ് പർ നഹി ചടേഗ. പിന്നെ അങ്ങോട്ട് ആരും അവൻ്റെ മേത്ത് കയറാൻ പാടില്ല. ഒരിക്കൽ കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ മേത്ത് ആരും തന്നെ കയറുന്ന അവന് ഇഷ്ടമല്ല. केवल घोष यात्रा के दौरान प्रतिमा को पकड़े हुए व्यक्ति को आगे से चढ़ने देता था. ഈ പ്രതിമ വെക്കാൻ വേണ്ടി ഒരാൾ കയറും കേട്ടോ. ഘോഷയാത്രേൻ്റെ സമയത്തൊരു പ്രതിമ, ഒരു സ്റ്റാച്യു കൊണ്ട് ഇങ്ങനെ പോകുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവൻ സമ്മതിക്കും. ഓക്കെ. ആ വ്യക്തിയെ മാത്രം കയറാൻ സമ്മതിക്കും. പ്രതിമ को चढ़ाते समय वह किसी के कहे बगैर ही अपने घुटनों को मोड़कर झुक जाता था. श्रीबेली दीपाराधना आदि के लिए उसे स्वयं समय का अनुमान था. चंडे नगाड़े जैसा एक वाद्य बजाने आदि के लिए कहाँ और कितनी देर रुकना है यह भी उसे पता था.